വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് +2 ഇന്ത്യ ഹ്യൂമൻ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പോർഷനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ച് നിർത്തിയതെന്ന് പറയുന്നത് നമ്മൾ ഇറിഗേഷൻ്റെ ആ ഒരു ബേസിസിൽ എത്രയായിട്ടാണ് ടൈപ്സ് ഓഫ് ഫാമിങ് നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫാമിങ്ങിനെ നമ്മൾ എത്രയായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അതിൽ ആ ഒരു മോയിസ്ചർ കണ്ടന്റിൻ്റെ ബേസിൽ നമ്മൾ ഇറിഗേറ്റഡ് എന്നും റെയിൻഫെഡ് എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു എന്നുള്ള ആ ഒരു പോർഷൻ വരെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. അതിനുശേഷമുള്ള ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മെയിനായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ആണ് ഈ ഒരു ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള ക്രോപ്പാണ് റൈസ്. അപ്പോൾ റൈസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെയും ഒരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് കൺസിഡർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ളത് ഏത് ആണെന്ന് പറയാം, റൈസ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വളരെ ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ഏരിയാസിലാണ് എന്തിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് പറയാം. റൈസ് കൾട്ടിവേഷന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. നമ്മൾ പറഞ്ഞെന്താണ്, ഇന്ത്യയിലെ കൂടുതൽ ജനങ്ങളുടെയും സ്റ്റേപ്പിൾ ഫുഡായിട്ട് കണക്കാക്കുന്നത് ഏത് തന്നെയാണ്, റൈസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ റൈസ് കൾട്ടിവേഷന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് ഒരു ക്ലൈമറ്റ് ആണ്, അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷനാണ്, ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ഏരിയാസിലാണ് എന്ത് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, റൈസ് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ നമുക്ക് അങ്ങോളം ഇങ്ങോളം 3000 വെറൈറ്റീസ് ഓഫ് റൈസിൻ്റെ ആ ഒരു കൾട്ടിവേഷൻ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 3000 വെറൈറ്റീസ് ഓഫ് റൈസിൻ്റെ കൾട്ടിവേഷൻ നമുക്ക് എവിടെ കാണുവാൻ സാധിക്കും, ഇന്ത്യയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 3000 വെറൈറ്റീസും കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് റീജിയനിലായിരിക്കും. അപ്പോൾ ഓരോ വെറൈറ്റിയും ഓരോ ക്ലൈമാറ്റിക് കണ്ടീഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്രോപ്പ് വെറൈറ്റി ആയിരിക്കും ഓരോ പ്രദേശത്തും എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ ഒരു റൈസ് കൾട്ടിവേഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കവിടെ ഒരു 3000 വെറൈറ്റീസ് ഓഫ് റൈസ് കാണുവാനായിട്ട് സാധിക്കുന്നത്. മെയിനായിട്ട് റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടതാണ്. ഒന്ന് കേരള, തമിഴ്നാട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് നമുക്ക് എന്തിനു പറയാം, റൈസിൻ്റെ കൾട്ടിവേഷൻ്റെ കാര്യത്തിൽ പറയുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു റൈസ് എന്ത് ക്രോപ്പാണ്. റൈസ് എന്ന് പറയുന്നത് ഒരു ഖാരിഫ് ക്രോപ്പാണ്. അപ്പോൾ നമ്മൾ റൈസിനെ പറ്റി പറഞ്ഞ എന്താണ്, റൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഭൂരിഭാഗം ജനങ്ങളും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, റൈസാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ള ഒരു ക്ലൈമാറ്റിക് റീജിയനിലായിരിക്കും, ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ഏരിയയിലാണ് നമ്മൾ റൈസ് കൾട്ടിവേഷൻ കൂടുതലായിട്ട് നടത്തുന്നത്. അതോടൊപ്പം നമുക്ക് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം 3000 വെറൈറ്റീസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 3000 വെറൈറ്റീസ് എന്ന് പറയുന്നത് ഓരോ വെറൈറ്റിയും കാണുന്നത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് റീജിയനിലായിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ റൈസ് കൾട്ടിവേഷൻ മെയിനായിട്ടുള്ള സ്റ്റേറ്റ്സ് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയവയെല്ലാം അല്ലെങ്കിൽ തുടങ്ങിയ സ്റ്റേറ്റ്സിലെല്ലാം മെയിനായിട്ടുള്ള ഒരു ക്രോപ്പ് തന്നെയാണ് റൈസ്. അതുപോലെ തന്നെ നമ്മൾ റൈസിൻ്റെ മറ്റൊരു ക്യാരക്ടർ പറഞ്ഞു, ഇത് ഏത് ക്രോപ്പാണ്, ഇതൊരു ഖാരിഫ് ക്രോപ്പാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള ക്രോപ്പാണ് വീറ്റ്. അപ്പോൾ റൈസിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വയ്ക്കാവുന്നതാണ് വീറ്റ്. കാരണം കൂടുതൽ ജനങ്ങളും ഉപയോഗിക്കുന്ന മറ്റൊരു സിറിയൽ ക്രോപ്പാണ് വീറ്റ് എന്ന് പറയുന്നത്. വേൾഡിൻ്റെ വീറ്റ് പ്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണ് എങ്കിൽ അതിൽ 12% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇപ്പോൾ വേൾഡിലെ വീറ്റ് പ്രൊഡക്ഷൻ്റെ 12% കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ആരാണ്, ഇന്ത്യയാണ് കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ടെമ്പറേറ്റ് സോണിൽ താമസിക്കുന്ന ജനങ്ങളുടെ പ്രൈമറി ക്രോപ്പ് എന്ന് പറയുന്നതും ഈ വീറ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വീറ്റിനെ പറ്റി പറഞ്ഞ എന്താണ്, റൈസ് പോലെ തന്നെ കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു സിറിയൽ ക്രോപ്പാണ് വീറ്റ്. വേൾഡിൻ്റെ വീറ്റ് പ്രൊഡക്ഷനിൽ 12% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആര് തന്നെയാണ്, ഇന്ത്യ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഏത് ക്ലൈമാറ്റിക് കണ്ടീഷൻ ഉള്ളവർക്കാണ് വളരെ സ്റ്റേപ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡ് എന്ന് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഒരു ടെമ്പറേറ്റ് സോൺ ക്ലൈമറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്പ് എന്ന് പറയുന്നത് വീറ്റാണ്. നമ്മൾ റൈസിനെ പറഞ്ഞപ്പോൾ പറഞ്ഞു റൈസ് ഒരു ഖാരിഫ് ക്രോപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ വീറ്റ് എന്ന് പറയുന്നത് ഖാരിഫ് അല്ല, മറിച്ച് റാബി ക്രോപ്പാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ വീറ്റ് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്, അത് റാബി സീസണിലാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഒരു റാബി ക്രോപ്പാണ്. അതോടൊപ്പം തന്നെ ഇത് ഏത് റീജിയനാണ് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ടെമ്പറേറ്റ് സോണിൽ വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്പ് ഏതാണ്, വീറ്റാണ്. അതോടൊപ്പം തന്നെ വീറ്റിന് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇറിഗേറ്റഡ് കണ്ടീഷനിലുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് എന്തിൻ്റെ കൾട്ടിവേഷൻ കണ്ടുവരുന്നത്, വീറ്റ് കൾട്ടിവേഷൻ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. പ്രധാനമായി വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഉത്തർപ്രദേശ് ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, ഹരിയാനയുണ്ട്, രാജസ്ഥാൻ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്. അപ്പോൾ നമ്മൾ വീറ്റിനെ പറ്റി പറഞ്ഞ എന്താണ്? വീറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു സിറിയൽ ക്രോപ്പാണ് വീറ്റ് എന്ന് പറയുന്നത്. വേൾഡിൻ്റെ വീറ്റ് പ്രൊഡക്ഷനിൽ 12% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഇന്ത്യ തന്നെയാണ്. ടെമ്പറേറ്റ് സോണിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു പ്രൈമറി അല്ലെങ്കിൽ ഒരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് അവർ യൂസ് ചെയ്യുന്നത് വീറ്റ് ക്രോപ്പാണ് അല്ലെങ്കിൽ വീറ്റാണ്. വീറ്റ് എന്ന് പറയുന്നത് ഒരു റാബി ക്രോപ്പാണ്. അതോടൊപ്പം തന്നെ ഇറിഗേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് കൂടുതലായിട്ട് ഏത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം മെയിനായിട്ട് വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഏതൊക്കെ പറയാനായിട്ട് സാധിച്ചു? ഉത്തർപ്രദേശ് പറഞ്ഞു, പഞ്ചാബ് പറഞ്ഞു, ഹരിയാന പറഞ്ഞു, രാജസ്ഥാൻ പറഞ്ഞു, അതോടൊപ്പം നമ്മൾ മധ്യപ്രദേശും ഉൾപ്പെടുത്തി. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള കാറ്റഗറിയാണ് ഓയിൽ സീഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി. നമ്മൾ ആദ്യം കവർ ചെയ്ത സിറിയൽസ് കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞ 2 ക്രോപ്പായിരുന്നു. ഏതൊക്കെയായിരുന്നു? റൈസും അതോടൊപ്പം തന്നെ വീറ്റുമാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയത്. രണ്ടാമത് നമ്മൾ പറയുന്നതാണ് ഓയിൽ സീഡ്സ്. ഓയിൽ സീഡ്സ് നമ്മൾ എന്തിനാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരാം. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എഡിബിൾ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുക എന്നതാണ് നമ്മൾ ഓയിൽ സീഡ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്താണ് എഡിബിൾ ഓയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എണ്ണ നമുക്ക് സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കൃഷി ചെയ്യുന്നത്? ഓയിൽ സീഡ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് പറയാവുന്ന ഓയിൽ സീഡ്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് നട്ട് ഉണ്ട്, റൈപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ അതർ ഓയിൽ സീഡ്സ് കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്ന 1-2 ക്രോപ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യം നമുക്ക് നോക്കാം ഓയിൽ സീഡ്സിലെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ഗ്രൗണ്ട് നട്ട്സ്. ഇപ്പോൾ ഗ്രൗണ്ട് നട്ട്സ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഗ്രൗണ്ട് നട്ട് പ്രൊഡക്ഷനിൽ 17%, അതായത് 17% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അതോടൊപ്പം തന്നെ കൂടുതലായിട്ടും റെയിൻഫെഡ് ആയിട്ടുള്ള ഒരു ഖാരിഫ് ക്രോപ്പാണ് ഗ്രൗണ്ട് നട്ട് എന്ന് പറയുന്നത്. ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും കൂടുതലായിട്ടും ഈ ഗ്രൗണ്ട് നട്ടിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ റെയിൻഫെഡ് ആയിട്ടുള്ള ഡ്രൈ ലാൻഡിലാണ് ഉള്ള ഒരു ഖാരിഫ് ക്രോപ്പാണ് ഏത് ക്രോപ്പ് എന്ന് പറയുന്നത്? ഗ്രൗണ്ട് നട്ട് എന്ന് പറയുന്നത്. വേൾഡിലുള്ള ഗ്രൗണ്ട് നട്ട് പ്രൊഡക്ഷൻ്റെ എത്ര പെർസെൻറ്റേജോളാണ് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 17% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ഗ്രൗണ്ട് നട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗുജറാത്ത് ഉണ്ട്, തമിഴ്നാടുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, കർണാടകയുണ്ട്, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് പ്രധാനമായിട്ടും ഗ്രൗണ്ട് നട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഗുജറാത്ത്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര. അപ്പോൾ എന്താണ് നമ്മൾ ഗ്രൗണ്ട് നട്ടിനെ പറ്റി പറഞ്ഞത്? വേൾഡിലെ ഗ്രൗണ്ട് നട്ട് പ്രൊഡക്ഷൻ്റെ 17% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത് ഏത് ഏരിയയിലാണ് കൂടുതലായിട്ട് കാണുവാൻ സാധിക്കുക? ഇത് ഡ്രൈ ലാൻഡിൽ റെയിൻഫെഡ് ആയിട്ടുള്ള ഏരിയയിൽ കാണുന്ന ഒരു ഖാരിഫ് ക്രോപ്പാണ് ഈ ഗ്രൗണ്ട് നട്ട് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഗ്രൗണ്ട് നട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഗുജറാത്ത്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, അതോടൊപ്പം മഹാരാഷ്ട്ര തുടങ്ങിയവയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള ഓയിൽ സീഡ് കാറ്റഗറിയിലുള്ളതാണ് റൈപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ്. അപ്പോൾ റൈപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ് ആണ് നമുക്കിനി അടുത്തതായിട്ട് നോക്കേണ്ട ഓയിൽ സീഡ്സ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇപ്പോൾ റൈപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ് എന്ന് പറയുന്നത് മെയിനായിട്ടും കുറച്ച് ഓയിൽ സീഡ്സിനെ കംപ്രസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഓയിൽ സീഡ്സ് ഈ ഒരു റൈപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. റൈ, സാഴ്സൺ, ടോറിയ, ടറാമിറ തുടങ്ങിയവയാണ് പ്രധാനമായിട്ട് ഇത്തരത്തിൽ ഉൾപ്പെടുന്ന ഓയിൽ സീഡ്സ് കാറ്റഗറീസ്. അപ്പോൾ റൈപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? റൈപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ഓയിൽ സീഡ്സിനെ നമ്മൾ കംപ്രൈസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കംപ്രസ് ചെയ്യുന്ന ഓയിൽ സീഡ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളൊന്ന് നോട്ട് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? റായി ഉണ്ടായിരുന്നു, സാഴ്സൺ ഉണ്ടായിരുന്നു, ടോറിയ ഉണ്ടായിരുന്നു, അതുപോലെ ടരാമിറ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതലായിട്ടുള്ള സീഡ് ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും അതോടൊപ്പം തന്നെ ഇറിഗേഷനിൽ ഉണ്ടായിട്ടുള്ള എക്സ്പാൻഷനും മൂലം ഈ റൈപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ് കാറ്റഗറിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ഈ റൈപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ് കാറ്റഗറിക്കകത്ത് പ്രധാനമായിട്ട് ഉൾപ്പെടുന്ന കുറച്ച് ഓയിൽ സീഡ്സ് കാറ്റഗറി ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. റായ്, സാഴ്സൺ, ടോറിയ, ടറാമിറ തുടങ്ങിയവയായിരുന്നു അത്തരത്തിലുള്ള കാറ്റഗറീസ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ റൈപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് റീസെൻ്റ്ലി ഒരല്പം ഹൈക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയപ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടി. എന്തായിരുന്നു അതിനുള്ള കാരണം? അതിന് 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, സീഡ് ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതായത് സീഡ് ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഹൈ ഈൽഡിംഗ് വെറൈറ്റി ആയിട്ടുള്ള സീഡ്സും അതോടൊപ്പം തന്നെ നമ്മൾ pH വാല്യൂ, സോയിലിലെ pH വാല്യൂ ചെക്ക് ചെയ്തതിന് ശേഷം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള
സീഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സീഡ് അഡോപ്റ്റ് ചെയ്യുന്നതും ഇതുപോലെയുള്ള അല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സീഡ് ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്തതും അതോടൊപ്പം തന്നെ കൂടുതൽ എക്സ്പാൻഷനോടെ നമുക്ക് ഇറിഗേഷനിൽ കൂടുതൽ എക്സ്പാൻഷൻ കൊണ്ടുവന്നതും എന്തിൻ്റെ പ്രൊഡക്ഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് കാരണമായി എന്നാണ് നമ്മൾ പഠിച്ചത്. റേപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡിൻ്റെ പ്രൊഡക്ഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കി എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള ഓയിൽ സീഡ് കാറ്റഗറിയാണ് അതർ ഓയിൽ സീഡ്സ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഗ്രൗണ്ട് നട്ട്, സെക്കൻഡ് പറഞ്ഞത് റേപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ്. അപ്പോൾ ഇത് രണ്ടും കൂടാതെ മറ്റ് കുറച്ച് ഓയിൽ സീഡ്സ് ഉണ്ട്. അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തതാണ് അതർ ഓയിൽ സീഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുന്നത് രണ്ട് ക്രോപ്സ് ആണ്. ഒന്ന് നമുക്കറിയാവുന്ന സോയാബീനും മറ്റൊന്ന് സൺഫ്ലവറും. അപ്പോൾ സൺഫ്ലവറും സോയാബീനുമാണ് പ്രധാനമായിട്ടും അതർ ഓയിൽ സീഡ്സ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ സോയാബീൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലുമാണ്. അപ്പോൾ സോയാബീൻ നമുക്കറിയാം, സോയാബീനിൽ നമ്മൾ എന്ത് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്? എഡിബിൾ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോയാ ബോൾസും നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സോയാബീൻ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയായിരുന്നു? മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ് കൂടുതലായിട്ട് സോയാബീൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സൺഫ്ലവർ ഓയിൽ നമുക്കറിയാം. അപ്പോൾ ഈ സൺഫ്ലവർ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് കർണാടക, ആന്ധ്രാപ്രദേശ്, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ തുടങ്ങിയവയിലാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? നമ്മൾ സൺഫ്ലവർ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതർ ഓയിൽ സീഡ്സിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയത്? നമ്മൾ രണ്ട് ക്രോപ്സാണ് ഉൾപ്പെടുത്തിയത്. അത് ഏതൊക്കെയായിരുന്നു? ഒന്ന് സോയാബീൻ, മറ്റൊന്ന് സൺഫ്ലവർ. അതിൽ സോയാബീൻ്റെ കേസ് നമ്മൾ പറഞ്ഞു കൂടുതലായിട്ട് സോയാബീൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ്. അതോടൊപ്പം സൺഫ്ലവർ നോക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കി സൺഫ്ലവർ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുമാണ് കൂടുതലായിട്ട് ഈ സൺഫ്ലവറിൻ്റെ കൾട്ടിവേഷൻ കാണുവാനായിട്ട് സാധിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. തമിഴ്നാട്ടിലും സൺഫ്ലവർ കൾട്ടിവേഷൻ ഉണ്ട്, പക്ഷേ അതൊരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലെവലിൽ ഇല്ല എന്നുകൊണ്ടാണ് നമ്മൾ അതിനെ നേരത്തെ മെൻഷൻ ചെയ്യാത്തത് ആ ലിസ്റ്റിൽ. പക്ഷേ തമിഴ്നാട്ടിലും എന്ത് കണ്ടുവരുന്നുണ്ട്? ഈ സൺഫ്ലവർ കൾട്ടിവേഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളതാണ് ഫൈബർ ക്രോപ്സ്. ഫൈബർ എന്ന് പറയുമ്പോൾ നാര്. അപ്പോൾ ഫൈബർ ക്രോപ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അതിനകത്ത് ഉൾപ്പെടുന്നത് കോട്ടൺ, ജൂട്ട് മുതലായവയാണ്. നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഈ രണ്ട് ക്രോപ്സിനെ പറ്റിയാണ്, കോട്ടണും അതോടൊപ്പം തന്നെ ജൂട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ഫൈബർ ക്രോപ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോട്ടൺ എന്ന് പറയുന്ന ഈ ഒരു ക്രോപ്പ് ഒരു ട്രോപ്പിക്കൽ ക്രോപ്പാണ്. ഇത് വളരുന്നത് പ്രധാനമായിട്ടും ഖാരിഫ് സീസണിലാണ്. അപ്പോൾ ഖാരിഫ് സീസണിൽ വളരുന്ന മറ്റൊരു ക്രോപ്പിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഏതായിരുന്നു? റൈസിന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു റൈസ് ഒരു ഖാരിഫ് ക്രോപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു ഖാരിഫ് ക്രോപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതാണ്? കോട്ടൺ മറ്റൊരു ഖാരിഫ് ക്രോപ്പാണ്. അപ്പോൾ കോട്ടൺ ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലാണ് വളരുന്നത്? റൈസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അതും ഒരു ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ഏരിയയിലേ വളരുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ കോട്ടണിൽ പറയുമ്പോഴേക്കും ഇവിടെ ട്രോപ്പിക്കലായിട്ടുള്ള ഒരു ക്രോപ്പാണ് ഏതെന്ന് പറയുന്നത്? കോട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈബർ ക്രോപ്സിൽ നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് കോട്ടൺ ആണ്. അപ്പോൾ കോട്ടണിൽ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? കോട്ടൺ എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ ക്രോപ്പാണ്. അതോടൊപ്പം തന്നെ ഇത് ഏത് കാലാവസ്ഥയിലാണ് അല്ലെങ്കിൽ ഏത് സീസണിലാണ് വളരുന്നത് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു ഖാരിഫ് ക്രോപ്പാണ് ഏതെന്ന് പറയുന്നത്. കോട്ടൺ എന്ന് പറയുന്നത് സെമി ആറിഡ് ഏരിയാസിലാണ് മെയിനായിട്ട് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെമി ആറിഡ് ഏരിയാസിൽ ഖാരിഫ് സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ട്രോപ്പിക്കൽ ക്രോപ്പാണ് ഏതെന്ന് പറയാം? കോട്ടൺ എന്ന് നമുക്ക് പറയാം. അപ്പോൾ കോട്ടൺ എന്ന് പറയുന്നത് നമുക്ക് പാർട്ടീഷൻ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴേക്കും ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ വിഭജനം നടന്ന സമയത്ത് നമുക്ക് കുറേ കോട്ടൺ ഫീൽഡ് പാകിസ്ഥാനിലേക്ക് നഷ്ടപ്പെട്ടു. അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു വേർതിരിവ് ഇൻഡിപെൻഡൻസിന് മുൻപ് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നിരവധി പാടങ്ങൾ പാകിസ്ഥാനിലും എന്നാൽ മില്ലുകൾ ഇന്ത്യയിലും ആണ് പ്രവർത്തിച്ചിരുന്നത്. അതായത് കോട്ടൺ ഫീൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലും, എന്നാൽ ആ കോട്ടണിനെ നമ്മൾ ഡ്രസ്സാക്കി മാറ്റുന്ന ആ ഒരു മില്ല് പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യയിലുമായിരുന്നു. ഇന്നത്തെ ഇന്ത്യയിലുള്ള പ്രദേശത്തുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വിഭജനം സംഭവിച്ച സമയത്ത് കുറേ കോട്ടൺ ഗ്രോ ചെയ്തിരുന്ന ഏരിയാസ് നമുക്ക് എന്ത് ചെയ്തു? പാർട്ടീഷൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു കോട്ടൺ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഇന്ത്യയിലുള്ളതായിട്ട് കാണാം. മെയിനായിട്ട് ഇന്ത്യയിൽ വളർത്തുന്നതെന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് കോട്ടൺ ആണ്, ഷോർട്ട് സ്റ്റേപ്പിളും അതോടൊപ്പം തന്നെ ലോങ് സ്റ്റേപ്പിളും. ഇത് മെയിനായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി കൺട്രി ആണ്.
അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നോർത്ത് വെസ്റ്റേൺ പോർഷനിലാണ് മെയിനായിട്ട് എന്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിൽ കോട്ടണിൽ 2 വെറൈറ്റിയാണുള്ളത്, ഒന്ന് ഷോർട്ട് സ്റ്റേപ്പിളും ഉണ്ട്, ഒന്ന് ലോങ് സ്റ്റേപ്പിളും ഉണ്ട്. അപ്പോൾ അത് ആ ഇഴകളുടെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് ഷോർട്ട് ആൻഡ് ലോങ് സ്റ്റേപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റേപ്പിളും ലോങ് സ്റ്റേപ്പിളും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇന്ത്യയുടെ ഏത് പ്രദേശത്താണ് കൂടുതലായി കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ നോർത്ത് വെസ്റ്റേൺ പോർഷനിലാണ് നമ്മൾ കൂടുതലായിട്ട് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വേൾഡിലുള്ള കോട്ടൺ പ്രൊഡക്ഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ആ ഒരു റാങ്ക് എന്ന് പറയുന്നത് 4th റാങ്കാണ്. അപ്പോൾ വേൾഡിൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന 4th മോസ്റ്റ് നേഷനാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈന, US, അതുപോലെ തന്നെ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് കോട്ടൺ പ്രൊഡക്ഷനിൽ നമുക്ക് മുന്നിലുള്ള രാജ്യങ്ങളെന്ന് പറയാം. അപ്പോൾ മെയിനായിട്ട് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, തമിഴ്നാടു തുടങ്ങിയ സ്റ്റേറ്റ്സിലൊക്കെ നമുക്ക് എന്ത് കാണുവാനായിട്ട് സാധിക്കും? കോട്ടൺ കൾട്ടിവേഷൻ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കോട്ടണെ പറ്റി നമ്മൾ പറഞ്ഞ എന്താണ്? കോട്ടൺ എന്ന് പറയുന്നത് ഖാരിഫ് സീസണിൽ വളരുന്നതും അതുപോലെ തന്നെ സെമി ആരിഡ് ഏരിയാസിൽ വളരുന്നതുമായിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ ക്രോപ്പാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് പാർട്ടീഷൻ്റെ ഫലമായിട്ട് കോട്ടൺ ഗ്രോയിങ് ആയിട്ടുള്ള പല പ്രദേശങ്ങളും പാകിസ്ഥാനിലായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നമ്മളിവിടെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോട്ടണിലെ 2 ടൈപ്പായിട്ടുള്ള ഷോർട്ട് സ്റ്റേപ്പിളും അതോടൊപ്പം ലോങ് സ്റ്റേപ്പിളും ആര് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പോർഷനിലാണ് എന്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ ആ ഒരു ഫ്ലവറിങ് സ്റ്റേജ് ആകുമ്പോൾ കോട്ടൻ്റെ ഫ്ലവറിങ് സ്റ്റേജിൽ ക്ലിയർ സ്കൈ ഇതിന് ആവശ്യമാണ്. അപ്പോൾ കോട്ടൻ്റെ ഒരു ക്യാരക്ടറാണ്, അതിൻ്റെ ഒരു ഫ്ലവറിങ് സ്റ്റേജ് ആകുമ്പോഴേക്കും അതിന് എന്ത് ആവശ്യമുണ്ട്? ഒരു ക്ലിയർ സ്കൈ ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞതായിരുന്നു വേൾഡിലുള്ള കോട്ടൺ പ്രൊഡക്ഷനിൽ നമുക്കുള്ള റാങ്ക് 4th റാങ്കാണ്. നമുക്ക് മുന്നിലുള്ള 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ചൈനയുണ്ട്, US ഉണ്ട്, അതോടൊപ്പം തന്നെ പാകിസ്ഥാനുണ്ട്. അതോടൊപ്പം തന്നെ മെയിനായിട്ട് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, അതോടൊപ്പം തന്നെ തമിഴ്നാടു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഫൈബർ ക്രോപ്പാണ് ജൂട്ട് എന്ന് പറയുന്നത്. ജൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചണം. അപ്പോൾ ജൂട്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോഴ്സ് ക്ലോത്ത്, ബാഗ്സ്, സാക്സ്, അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ജൂട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ കോട്ടൺ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫാബ്രിക് പർപ്പസിനാണ് എങ്കിൽ നമ്മൾ ജൂട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോഴ്സ് ക്ലോത്ത്സ്, അതോടൊപ്പം തന്നെ ബാഗ്സ്, സാക്സ്, അതോടൊപ്പം ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ജൂട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാളിലും അതോടൊപ്പം തന്നെ ഈസ്റ്റേൺ പോർഷൻ ഓഫ് ഇന്ത്യയിലും ഇതൊരു പ്രധാനപ്പെട്ട ക്യാഷ് ക്രോപ്പ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ പോർഷനിലും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിലും എല്ലാം നമ്മളെ ഒരു പ്രധാനപ്പെട്ട ക്യാഷ് ക്രോപ്പ് ആയിട്ടാണ് എന്തിനെ കാണുന്നത്? ജൂട്ടിനെ കാണുന്നത്. നമ്മുടെ നേരത്തെ കോട്ടൻ്റെ കേസ് പറഞ്ഞപ്പോഴേക്കും പാർട്ടീഷനിൽ ഫലമായിട്ട് കുറേ കോട്ടൺ ഗ്രോയിങ് ഏരിയാസ് നമുക്ക് പാകിസ്ഥാനിലേക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ പാർട്ടീഷൻ്റെ ഫലമായിട്ട് അത് അന്നത്തെ കാലത്ത്, അതായത് പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും പിൽക്കാലത്ത് സ്വതന്ത്രം ആയ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്നത്തെ ബംഗ്ലാദേശ്, ആ പ്രദേശത്തും നമുക്ക് നിരവധി ഇതുപോലെയുള്ള ജൂട്ട് ഗ്രോയിങ് ആയിട്ടുള്ള ഏരിയാസും നഷ്ടമായിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ജൂട്ട് ഗ്രോയിങ് ആയിട്ടുള്ള ഏരിയാസ് ബംഗ്ലാദേശിലും എന്നാൽ അതിൻ്റെ കറസ്പോണ്ടൻറ്റ് മില്ല് ഇന്ത്യയിലുമായിട്ടുള്ള ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. കാരണം പാർട്ടീഷൻ വന്നപ്പോഴേക്കും ഇവിടെ കൂടുതലായിട്ട് മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജിയൻസ് അവരെ നോട്ട് ചെയ്യുകയും അതിനെ ബംഗ്ലാദേശ് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള രീതിയിലാക്കിയാണ് അവർ ആ പാർട്ടീഷൻ നടത്തിയത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് നഷ്ടമാവുകയാണ് ചെയ്തത്? നിരവധി ജൂട്ട് ഗ്രോയിങ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് ആ പാർട്ടീഷൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായി. നമ്മൾ കോട്ടൺ പഠിച്ചപ്പോഴും പറഞ്ഞു അത് പാകിസ്ഥാനിലാണ്, ഇതും പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു അക്കാലത്ത്. എന്നാൽ പിൽക്കാലത്ത് സ്വാതന്ത്ര്യം ലഭിച്ചാണ് അതെന്തായി മാറിയത്? അത് ബംഗ്ലാദേശായിട്ട് മാറിയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണ് എങ്കിൽ ഈ ഒരു പാർട്ടീഷനിൽ നിരവധി ജൂട്ട് ഗ്രോയിങ് ഏരിയാസ് നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ പോലും വേൾഡിലുള്ള ജൂട്ടിൻ്റെ പ്രൊഡക്ഷനിൽ ഒരു 3/5 കോൺട്രിബ്യൂഷൻ ആർക്കുണ്ട്? ഇന്ത്യക്കുണ്ട്. അപ്പോൾ വേൾഡിലുള്ള ജൂട്ടിൻ്റെ ആ ഒരു പ്രൊഡക്ഷനിൽ 3/5 കോൺട്രിബ്യൂഷൻ നൽകുന്നത് ആരാണ്? ഇന്ത്യയാണ് നൽകുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ എന്താണ്? ജൂട്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോഴ്സ്, ബാഗ്സ്, അതുപോലൊപ്പം തന്നെ സാക്സ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ജൂട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിലും അതോടൊപ്പം ഇന്ത്യയുടെ ഈസ്റ്റേൺ പോർഷനിലും മെയിനായിട്ട് ഇതിന് ഉള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിന് കൊടുത്തിരിക്കുന്ന ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് എന്ത് ഡെസിഗ്നേഷനാണ്? ക്യാഷ് ക്രോപ്പ് ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ജൂട്ടിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു.
അതോടൊപ്പം തന്നെ പാർട്ടീഷൻ്റെ ഫലമായിട്ട് നിരവധി ജൂട്ട് ഗ്രോയിങ് ഏരിയാസ് നമുക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നഷ്ടമായത്. അന്നത്തെ കാലത്ത് ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്ന പേരിലായിരുന്നു, പിന്നെയാണ് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബംഗ്ലാദേശ് ആയത്. അപ്പോൾ അങ്ങനെ നിരവധി ജൂട്ട് ഗ്രോയിങ് ഏരിയാസ് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ ആ ഒരു ജൂട്ടിൻ്റെ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ വേൾഡിലുള്ള 3/5 ജൂട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ നടത്തുന്നതും ആര് തന്നെയാണ്? ഇന്ത്യയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യേണ്ട അതർ ക്രോപ്പ് കാറ്റഗറിയിൽ പെടുന്നതാണ് ഷുഗർ കെയിൻ. അപ്പോൾ ഷുഗർ കെയിൻ നമുക്കറിയാം, ഷുഗർ കെയിൻ പ്രധാനമായിട്ടും ട്രോപ്പിക്കൽ ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ക്രോപ്പാണ്. ഏത് ക്രോപ്പ് എന്ന് പറയുന്നത്? ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷുഗർ കെയിൻ എന്ന് പറയുന്ന ക്രോപ്പ് റെയിൻഫെഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് പ്രധാനമായിട്ട് വളരുന്നത്. അപ്പോൾ റെയിൻഫെഡ് കണ്ടീഷനിൽ വളരുന്ന ഒരു ട്രോപ്പിക്കൽ ക്രോപ്പാണ് ഏതെന്ന് പറയുന്നത്? ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. ഹ്യൂമിഡ് അതുപോലെ തന്നെ സബ് ഹ്യൂമിഡ് ക്ലൈമറ്റ്സിൽ നമുക്ക് എന്തിനെ കാണുവാനായിട്ട് സാധിക്കും? ഈ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രോപ്പിക്കൽ ഏരിയാസിൽ റെയിൻഫെഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഒരു ഹ്യൂമിഡ് സെമി ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയൻസിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുവാൻ സാധിക്കുന്ന ഒരു ക്രോപ്പാണ് ഏതെന്ന് പറയുന്നത്? ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് കൂടുതലായിട്ട് ഇറിഗേഷൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇത് റെയിൻഫെഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇതിന് വേണമെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നത് ഇത് കൂടുതലായിട്ട് വാട്ടറിന് അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ വാട്ടർ റിക്വയർ ചെയ്യുന്ന ഒരു ക്രോപ്പാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ റെയിൽ ഫെയിലിയർ ഉണ്ടാവുകയാണ് എങ്കിൽ ഇതിൻ്റെ ആ ഒരു ക്രോപ്പ് ഫെയിലിയറിനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിന് എന്ത് വേണമെന്ന് പറയുന്നത്? ഇറിഗേഷൻ റിക്വയർഡ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലി ഇറിഗേഷൻ റിക്വയർഡ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് ഏത് ക്രോപ്പ്? ഷുഗർ കെയിൻ എന്ന് പറയുന്ന ക്രോപ്പ്. ഷുഗർ കെയിൻ നമുക്ക് പ്രധാനമായിട്ട് കൾട്ടിവേഷൻ കാണപ്പെടുന്നത് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ ഏരിയയിലാണ്. അതായത് നമ്മൾ ആ ഒരു നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു റീജിയനിലാണ് ഇതിൻ്റെ ആ ഒരു കൂടുതലായിട്ടുള്ള ഒരു കൾട്ടിവേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ്. കാരണം നമുക്കറിയാം ഗാൻജറ്റിക് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിൻ്റെ ആ ഒരു റീജിയനാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ ആ ഒരു ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടുന്ന ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിലാണ് കൂടുതലായിട്ട് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ലോകത്തിൽ ഷുഗർ കെയിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രസീലിന് ശേഷം 2ാം സ്ഥാനത്ത് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ ഷുഗർ കെയിനെ പറ്റി പറഞ്ഞെന്തായിരുന്നു? ഷുഗർ കെയിൻ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഏരിയയിൽ വളരുന്ന ഒരു പ്രധാനപ്പെട്ട ക്രോപ്പാണ്. ഏത് ക്രോപ്പ് എന്ന് പറയുന്നത്? ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. ഒരു റെയിൻഫെഡ് കണ്ടീഷൻ ഇതിൻ്റെ ആ ഒരു വളർച്ചയ്ക്ക് വളരെയധികം അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ സെമി ഹ്യൂമിഡ് അതുപോലെ തന്നെ ഹ്യൂമിഡ് അല്ലെങ്കിൽ സബ് ഹ്യൂമിഡ് കണ്ടീഷൻസ് എന്തിന് ആവശ്യമായിട്ടുണ്ട്? ഷുഗർ കെയിൻ്റെ ആ ഒരു കൾട്ടിവേഷന് വളരെയധികം എസെൻഷ്യലായിട്ട് വേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇറിഗേഷൻ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഇറിഗേറ്റഡ് ക്രോപ്പ് കാറ്റഗറിയിലാണ് എന്തിനെ പെടുത്തുന്നത്? ഈ ഷുഗർ കെയിനെ നമ്മൾ പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ, അതായത് ഉത്തർപ്രദേശ് ഉൾപ്പെടുന്ന ഒരു ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ നോർത്തേൺ പ്ലെയിൻ റീജിയനിൽ കൂടുതലായിട്ട് എന്തിൻ്റെ കൾട്ടിവേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും? ഷുഗർ കെയിൻ കൾട്ടിവേഷൻ നമുക്ക് കൂടുതലായിട്ട് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വേൾഡിലുള്ള ഷുഗർ കെയിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് എങ്കിൽ നമുക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ബ്രസീലിനാണ്. ബ്രസീലിന് ശേഷം 2ാം സ്ഥാനത്ത് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇനി നമുക്ക് പ്രധാനമായി നോക്കാനുള്ളത് 2 ബിവറേജ് ക്രോപ്സ് ആണ്. ബിവറേജ് ക്രോപ്സ് എന്ന് പറയുന്നത് പാനീയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്രോപ്സ് ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന്. ഒന്ന് ടീ, മറ്റൊന്ന് കോഫി. അപ്പോൾ ബിവറേജ് ക്രോപ്സിൽ നമ്മൾ പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത് 2 ക്രോപ്സ് ആണ്. ഒന്ന് ടീയും മറ്റൊന്ന് കോഫിയും. നമുക്ക് ആദ്യം ടീ എന്താണെന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബീവറേജ് പ്ലാന്റേഷൻ ക്രോപ്പാണ് എന്തെന്ന് പറയുന്നത്? ടീ എന്ന് പറയുന്നത്. ടീയുടെ ലീഫിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന 2 മിനറൽസ് അല്ല 2 മെയിൻ കണ്ടൻസ് ആണ് കഫീൻ ആൻഡ് ടാനിൻ എന്ന് പറയുന്ന കണ്ടൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ടീ എന്ന് പറയുന്നത് ബിവറേജ് പർപ്പസിന് യൂസ് ചെയ്യുന്ന പ്ലാന്റേഷൻ ക്രോപ്പാണ്. ടീയുടെ ലീഫിൽ മെയിനായിട്ട് കണ്ടുവരുന്ന 2 കണ്ടൻസ് ആണ് എന്ന് പറയുന്നത് കഫീനും അതോടൊപ്പം തന്നെ ടാനിനും. അപ്പോൾ അണ്ടുലേറ്റിംഗ് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ഹിലി നേച്ചർ ഓഫ് ടോപ്പോഗ്രഫിയിലാണ് കൂടുതലായിട്ട് ടീ പ്ലാന്റേഷൻസ് വളരുന്നത്. അല്ലെങ്കിൽ ടീക്ക് അനുയോജ്യമായിട്ടുള്ള ആ ഒരു ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് വളരെ അണ്ടുലേറ്റിംഗ് ആയിട്ടുള്ള, അതായത് കയറ്റിറക്കങ്ങളുള്ള ഹില്ലി ടെറൈനാണ് എന്തിനാവശ്യമായിട്ടുള്ളത്? ടീയുടെ കൾട്ടിവേഷന് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണ് എങ്കിൽ 1840s ബ്രഹ്മപുത്ര വാലിയിലാണ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ടീ പ്ലാന്റേഷൻസ്
കാണുവാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ടീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അത് 1840s ബ്രഹ്മപുത്ര വാലിയിലാണ്. അത് ആസാമിനോട് ആസാം എന്ന് പറയുന്നത് നമ്മുടെ ആസാം സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ബ്രഹ്മപുത്ര വാലിയിൽ 1840s ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇരുന്ന ആ ഒരു സമയത്താണ് ഈ ടീ പ്ലാന്റേഷൻ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ടീ ഗ്രോയിങ് ഏരിയയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതോടൊപ്പം ടീയുടെ പ്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണ് എങ്കിൽ വേൾഡിൽ 3rd റാങ്കിൽ ആരുണ്ട്? ഇന്ത്യയുണ്ട്. അതിൻ്റെ ഫസ്റ്റ് 2 സ്ഥാനങ്ങളിൽ ശ്രീലങ്കയും ചൈനയുമാണ്. അതിനുശേഷം 3rd റാങ്കിൽ ആരുണ്ട്? ഇന്ത്യയുണ്ട്. അപ്പോൾ നമ്മൾ ടീയെ പറ്റി പറഞ്ഞെന്താണ്? ടീയെ പറ്റി നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ബിവറേജ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റേഷൻ ക്രോപ്പാണ് ടീ എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ടീയുടെ ലീവ്സിൽ പ്രധാനമായിട്ടുള്ള കണ്ടൻസ് ഏതൊക്കെയാണ്? കഫീൻ ആൻഡ് ടാനിൻ ആണുണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം ഇതിന് വേണ്ട ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് അണ്ടുലേറ്റിംഗ് ആൻഡ് ഹില്ലി നേച്ചർ ഓഫ് ടോപ്പോഗ്രഫിയാണ് ടീ ഗ്രോയിങ്ങിന് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പോഗ്രഫിക്കൽ നേച്ചർ എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ടീ പ്ലാന്റേഷൻസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ട്രേസ് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് 1840s അപ്പോൾ 1840s എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇരുന്ന സമയത്താണ്. അപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെൻറ് ഇരുന്ന സമയത്ത് ബ്രഹ്മപുത്ര വാലി, അതായത് ആസാമിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രഹ്മപുത്ര വാലിയിലാണ് ആദ്യമായിട്ട് ടീ പ്ലാന്റേഷൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അതോടൊപ്പം തന്നെ ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ടീ കൾട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഹബ്ബാണ് നമ്മുടെ രാജ്യമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വേൾഡിലുള്ള ടീ പ്രൊഡക്ഷനിൽ ഇന്ത്യക്ക് 3rd റാങ്കാണുള്ളത്. നമുക്ക് മുന്നിലുള്ള ആദ്യ 2 സ്ഥാനങ്ങളിലുള്ളത് ആരൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ശ്രീലങ്കയും മറ്റൊന്ന് ചൈനയുമാണ്. അത് കഴിഞ്ഞ് 3rd റാങ്കിൽ ആരുണ്ട്? ഇന്ത്യയുണ്ട്. എന്തിൻ്റെ പ്രൊഡക്ഷൻ്റെ കീഴിലാണ്? ടീ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള ബിവറേജ് ക്രോപ്പാണ് കോഫി. കോഫി എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ പ്ലാന്റേഷൻ ക്രോപ്പാണ്. ഇപ്പോൾ കോഫി എങ്ങനെയുള്ളൊരു ക്രോപ്പാണ്? കോഫി എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ പ്ലാന്റേഷൻ ക്രോപ്പാണ്. മെയിനായിട്ട് 3 വെറൈറ്റീസ് ഓഫ് കോഫിയാണ് കണ്ടുവരുന്നത്. അത് അറാബിക്ക, റോബസ്റ്റ, ലൈബേരിക്ക തുടങ്ങിയവയാണ് പ്രധാനമായിട്ട് കണ്ടുവരുന്ന കോഫി ടൈപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കോഫിയെ കുറിച്ച് പറഞ്ഞെന്താണ്? കോഫി എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ പ്ലാന്റേഷൻ ക്രോപ്പാണ്. അതോടൊപ്പം തന്നെ കോഫിയുടെ പ്രധാനപ്പെട്ട ടൈപ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോഫി വെറൈറ്റീസ് എന്ന് പറയുന്നത് അറാബിക്ക, റോബസ്റ്റ, ലൈബേരിക്ക തുടങ്ങിയവയാണ് പ്രധാനമായിട്ട് കണ്ടുവരുന്ന കോഫി വെറൈറ്റീസ്. അതിൽ നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് കോഫി, അതായത് അരാബിക്ക ടൈപ്പാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? അരാബിക്ക, റോബസ്റ്റ, ലൈബേരിക്ക ടൈപ്പ് കോഫീസ് ഉണ്ട്. അതിൽ സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള കോഫിയാണ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ കോഫി ടൈപ്പിനെ പറയുന്ന പേരാണ് ഏത്? അരാബിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ കൂടുതലായിട്ട് ഡിമാൻഡിലുള്ള ഒരു കോഫി ടൈപ്പാണ് എന്ന് പറയുന്നത് ഈ അരാബിക്ക ടൈപ്പ് കോഫി. അതാണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ കോഫി പ്രൊഡക്ഷൻ നോക്കുകയാണ് എങ്കിൽ നമുക്കുള്ളത് 6th പൊസിഷനാണ്. ഇപ്പോൾ വേൾഡിലുള്ള കോഫി പ്രൊഡക്ഷനിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 6th പൊസിഷനിലാണ്. ആരുള്ളത്? ഇന്ത്യ ഉള്ളത്. മെയിനായിട്ട് കോഫി പ്രൊഡക്ഷനിൽ ആദ്യ 5 സ്ഥാനങ്ങളിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ബ്രസീൽ, വിയറ്റ്നാം, കൊളംബിയ, ഇന്തോനേഷ്യ, അതുപോലെ തന്നെ മെക്സിക്കോ. ഇവർക്ക് ശേഷമാണ് വേൾഡിൽ ഇന്ത്യയുടെ കോഫി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കോഫിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞെന്താണ്? കോഫി എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ പ്ലാന്റേഷൻ ക്രോപ്പാണ്. കാരണം നിരവധി ടൈപ്സ് ഉണ്ട് കോഫിക്ക്. അരാബിക്ക, റോബസ്റ്റ, ലൈബേരിക്ക തുടങ്ങിയ ടൈപ്സിൽ സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് കോഫി ആയിട്ടുള്ള അരാബിക്കയാണ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഹൈ ഡിമാൻഡാണ് ആർക്കുള്ളത്? ഇന്ത്യൻ കോഫിക്ക് ഉള്ളതെന്ന് പറഞ്ഞു. വേൾഡിലുള്ള കോഫി പ്രൊഡക്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കുള്ളത് എത്രാമത്തെ റാങ്കാണ്? 6th റാങ്കാണ്. നമുക്ക് മുന്നിൽ ആരൊക്കെയുണ്ട്? ബ്രസീൽ, വിയറ്റ്നാം, കൊളംബിയ, ഇന്തോനേഷ്യ, അതോടൊപ്പം തന്നെ മെക്സിക്കോ തുടങ്ങിയവർക്ക് ശേഷമാണ് ഇന്ത്യയുടെ ആ ഒരു പൊസിഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ക്രോപ്പിംഗ് പാറ്റേൺ ആണ് ചെക്ക് ചെയ്തത്. ഓരോ ക്രോപ്സിൻ്റെയും ക്രോപ്പിംഗ് പാറ്റേൺ പ്രധാനമായിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ്, അതോടൊപ്പം അതിൻ്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻ, ടോപ്പോഗ്രഫിയുടെ നേച്ചർ, അതോടൊപ്പം തന്നെ ക്രോപ്പിന് എന്തെങ്കിലും ചീഫായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ കവർ ചെയ്തത്. മെയിനായിട്ട് നമ്മൾ കവർ ചെയ്ത ക്രോപ്സ് എന്ന് പറയുന്നത് സിറിയൽ ക്രോപ്സ് ആയിട്ടുള്ള റൈസ് ആൻഡ് വീറ്റ് നോക്കി, ഓയിൽ സീഡ്സ് ആയിട്ടുള്ള ഗ്രൗണ്ട് നട്ട്, റേപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ്, അതർ ഓയിൽ സീഡ്സ് നോക്കി, ഫൈബർ ക്രോപ്സ് ആയിട്ട് നമ്മൾ കോട്ടൺ ജൂട്ട് പറഞ്ഞു, ബിവറേജ് ക്രോപ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു ടീ ആൻഡ് കോഫി, അതോടൊപ്പം തന്നെ അതർ ക്രോപ്സ് കാറ്റഗറിയിൽ പെടുത്തി നമ്മൾ ഷുഗർ കെയിനും ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ നമ്മളിന്ന് പഠിച്ച ഈ പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാവുന്നതിനായിട്ട് വിദ്യാസാഗറിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാനായിട്ട്
ശ്രമിക്കുക.